മിനിറ്റ് വരും വിടാൻ. അധികമൊന്നുമില്ല, 5 മിനിറ്റ് പുറകോട്ടുള്ളൂ. സ്വിച്ചിട്ട് 1 മണിക്കൂർ അതിന്റെ ബൾബത്തുള്ളൂ. നമ്മൾ തേനീച്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ഒരു സംഗതി തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളിയല്ല. ബാണാസുര ഡാം റോഡ്, വയനാട്. അവിടെ വൈശാലിമുക്കാണ് ലൊക്കേഷൻ. ഡാമിൽ പോകുമ്പോൾ നമ്മുടെ ഈ ഒരു സാധനം കാണാം. അപ്പോൾ എന്താ സംഗതി എന്നൊക്കെ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ടോളി. ഓക്കെ, ഓൾ പ്രോസസ്സ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. Ready, 1, 2, 3, start. കടയിലേക്കുള്ള മുള സെറ്റ് ആയിക്കൊണ്ട് കുത്തനെ എന്നും കൂടാണ്. അങ്ങോട്ട് പോകില്ലായിരിക്കും അല്ലേ? അല്ല, ഇങ്ങോട്ട് ഇടത്തോട്ട് പോകില്ല. മൊത്തം വളരട്ടാ കൊല്ലുന്നു. ഭാവിയിൽ ഇത് കോടല്ലേ? അത് 20 സെക്കൻഡ് വരെ. നിയാസിന്റെ വാശിയേറിയ പോരാട്ടം. ഒരാൾ പറ്റൂല. അപ്പോൾ നമ്മൾ ബിഹനി വയനാടിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് നമ്മളെ ബാണാസുര ഡാം റോഡിൽ നമ്മൾ തുടങ്ങുകയാണ്. കുറേ കാലത്തെ ആഗ്രഹം നമ്മൾ സഫലീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതേനീച്ചകൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട മുളയുടെ തടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മളിവിടെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേലിയും കാര്യങ്ങളും വാളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെറുതേനീച്ചേൻ്റെ കോളനികൾ നമ്മൾ പിന്നെ മുളയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനും വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യും. ഈ മുള അങ്ങനെ എടുത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 വർഷമൊക്കെ നന്നായിട്ട് അത് നിൽക്കുകയുള്ളൂ. മാത്രമല്ല പെട്ടെന്ന് തന്നെ അതിൽ കുത്തൽ വരും, ഫംഗസ് വരും. അതുപോലെ തന്നെ കുറേ അണുബാധയൊക്കെ വന്ന് കോളനിക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മുള എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇത് കല്ലുമുള, ആനമുള അങ്ങനെയൊക്കെ പറയുന്ന മുളയാണ്. ഇത് നല്ല തിക്നെസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ തടിക്ക് ഈ ലെയറിന് നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചൂട് ഉള്ളിലോട്ട് കയറില്ല. അപ്പോൾ നമ്മൾ ഈ മുള എടുത്ത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇതിനെ അണുവിമുക്തമാക്കി ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടി ഏകദേശം ഒരു 20-30 വർഷത്തോളം ലൈഫ് കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ കോളനികളെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ചെറുതേനീച്ചേൻ്റെ കാലിക്കൂടുകൾ നമ്മൾ മുളന്തടിയിൽ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു പിക്കപ്പ് സാധനം നമ്മൾ ഓൾറെഡി ലോഡ് ആക്കിയിട്ടുണ്ട്. കുറേ നമ്മൾ അപ്പുറത്ത് റോഡ് സൈഡ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ സാധനം കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിഹനിയുടെ പുതിയ ഔട്ട്ലെറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ നമ്മൾ മുളെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഹെൽമെറ്റ് എന്തിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പുറകിലിതാ ഒരു വരി വരുന്നുണ്ട്. എവിടെ ആള്? വണ്ടി ഇതാ വരുന്നുണ്ട്. മുമ്പിൽ ഒരാൾ. ഇതാ നമ്മുടെ ബാംബു ബോയ്സ് വരുന്നു. ഫോണൊക്കെ വിളിച്ച് കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതാ ബാംബു ബോയ്സ്.
ഇതെന്ത് സാധനം? ഇതെന്ത് സാധനം? ഇതൊക്കെ എന്താണ് ഇങ്ങനെ? ഇതൊക്കെ എന്താ? നമ്മൾ വയനാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഗൈസ്. ഇനി ബിഹണിയോടൊപ്പം നമ്മൾ പൊളിക്കും. 30 സെക്കൻഡ് മൊത്തം മുള കയറ്റാൻ വേണ്ടിട്ട് ബാംഗ്ലൂരിൽ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മുള എടുത്ത് ക്ഷീണിച്ച വ്യക്തി. 1 മിനിറ്റ് വരുമ്പോഴാണ് അധികമൊന്നുമില്ല, 5 മിനിറ്റ് പുറകോട്ടുള്ളൂ. സ്വിച്ചിട്ട് 6 മണിക്കൂർ അതിന്റെ ബൾബത്തുള്ളൂ. ഇനി പ്രേക്ഷകരോട് എളുപ്പത്തില് മുള എടുക്കാനുള്ള വിദ്യ പറയൂ. ഞാനിവിടെ മുളക്കച്ചോടല്ലേ ഞാൻ പണ്ട് ഇത് അപ്ലോഡ് ചെയ്യോ? അപ്പൊ മുള ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം. മുളയൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പം ഒരു സെഷൻ പോവാണ്. ഇനി ശേഷം 2-3 ട്രിപ്പും കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതെടുത്തിട്ട് നേരെ ബാണാസുര ഡാം വൈശാലിമുക്കിലേക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് പോവാണ്. പോവല്ലേ? റെഡി 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 ഓനാടെ ലോഡുണ്ടോ? അങ്ങനെ പണിയെടുക്കുന്നവൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പിന്നെ കോളേജിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു 10 ദിവസം ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ മെല്ലെ എന്ത് ചെയ്യാണ്, കോളേജിൻ്റെ ബാക്ക് കൂടി നമ്മൾ നല്ല പോവാണ്. പെർമിഷൻ മേടിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ഭക്ഷണം പറ്റി? നാച്ചുറൽ ഫീലിംഗ്. സാധനം നല്ല രസം. ഒന്ന് മോട്ടർ പിടിക്ക്. സാധാ വർക്ക് ചെയ്തോ. ഞാൻ അപ്പോൾ നമ്മളതാ പരിപാടി ഏകദേശം നമ്മൾ തൂണൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ആനമുള വെച്ച്, കല്ലുമുള എന്നൊക്കെ പറയുന്നത് ഇതാ പരിപാടിയിലാണ്. അങ്ങനെ ഫൈനലി ഏകദേശം നമ്മുടെ ഷോപ്പ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം കാണിച്ചു തരാം. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അടിമുടി ചേഞ്ചുള്ള വീഡിയോ നമുക്ക് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്.